വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന ഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 23 അധ്യായം 24 വാക്യം. ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പിൻ എന്ന് കൽപ്പിച്ചു. വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ എങ്ങനെ സാധിക്കും എന്നതിന് ഏറ്റവും നല്ല മാതൃക പൗലോസ് അപ്പോസ്തലനാണ്. പ്രകൃതി, മനുഷ്യർ, നിയമം, കോടതി, തടവറ ഇത്തരം ഘട്ടങ്ങളിലൂടെ എല്ലാം പൗലോസ് അപ്പോസ്തലന്റെ വിശ്വാസ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇവയിലൊന്നും തൻ്റെ വിശ്വാസ ജീവിതത്തിന് അപജയം സംഭവിക്കുന്നില്ല. ഇവിടെ യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കി എന്ന കുറ്റം ചുമത്തി പൗലോസിനെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ജനക്കൂട്ടത്തിൽ നിന്നും സഹസ്രാധിപൻ രക്ഷിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ്. തുടർന്ന് പൗലോസ് അപ്പോസ്തലനെ സഹസ്രാധിപൻ എത്തിക്കുന്നത് കൈസരിയയിലെ ഫേലിക്സിന്റെ ന്യായാസനത്തിന് മുമ്പിലാണ്. ഫേലിക്സ് റോമൻ പ്രൊവിൻസിന്റെ ഗവർണറായിരുന്നു. ഇദ്ദേഹത്തിന്റെ ചില ജീവിത രീതികൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഭരണാധികാരി. ക്രൂരനും സ്വേച്ഛാധിപതിയുമായിരുന്ന ഭരണകർത്താവായിരുന്നു ഫേലിക്സ്. ഇദ്ദേഹം ശമരിയ, യഹൂദ്യ എന്നിവിടങ്ങളിലെ ഗവർണറും പലസ്തീനിലെ ദേശാധിപതിയുമായിരുന്നു. റോമ ചക്രവർത്തിയായിരുന്ന ക്ലൗദ്യോസിന്റെ കുടുംബത്തിലെ അടിമ ജോലിയിൽ നിന്നും വിമോചിതനായ ഇദ്ദേഹം മഹാപുരോഹിതനായിരുന്ന യോനാഥാന്റെ സ്വാധീനത്താലാണ് ഗവർണറായത് എന്ന് ചരിത്രം പറയുന്നു. മാത്രവുമല്ല, ഒരു നല്ല ഗവർണറാകുവാനുള്ള യോനാഥാന്റെ ഉപദേശത്തിൽ ഇദ്ദേഹം കുപിതനാവുകയും അങ്ങനെ അദ്ദേഹത്തെ കൊല്ലുവാനുള്ള ഏർപ്പാടുകളും ഫേലിക്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. പൗലോസിന്റെ കാര്യത്തിൽ കേസ് അന്വേഷണമോ കൃത്യമായ തീരുമാനങ്ങളോ സ്വീകരിക്കാതെ അന്വേഷണം നീട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഫേലിക്സ് അധികാരത്തിൽ നിന്ന് മാറിയപ്പോഴും പൗലോസ് അപ്പോസ്തലനെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തീകരിക്കാതെ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ പൗലോസിനെ വിട്ടയക്കാതെ തടവിൽ തന്നെ പാർപ്പിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെ തൻ്റെ അധികാരം പൂർണ്ണമായും ദുർവിനിയോഗം ചെയ്ത ഭരണാധികാരിയായിട്ടാണ് നമുക്ക് ഫേലിക്സിനെ കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട്, ആത്മീയ സത്യത്തെ നിരാകരിച്ച ഭരണാധികാരിയായിരുന്നു ഫേലിക്സ്. ധനമോഹി കൂടെ ആയിരുന്ന ഫേലിക്സ് തനിക്ക് കൈക്കൂലി ലഭിക്കും എന്നോർത്ത് യഹൂദ സ്ത്രീയും തൻ്റെ ഭാര്യയുമായിരുന്ന ദ്രുസില്ലായോടൊപ്പം ഇരുന്ന് പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് ദൈവവചനം കേൾക്കുന്നു. എന്നാൽ ഈ ദൈവവചന കേൾവിയിലൂടെ നീതി, ആത്മനിയന്ത്രണം, ഉണ്ടാകുവാനായിട്ട് പോകുന്ന ന്യായവിധി തുടങ്ങിയ ആത്മീയ സത്യങ്ങളിൽ അദ്ദേഹം ഭയചകിതനായി മാറുന്നു. പൗലോസിന്റെ പ്രസംഗത്തിലൂടെ കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ടായെങ്കിലും അയാൾ തൻ്റെ ഉള്ളിലുള്ള പശ്ചാത്താപ ബോധത്തെ നിരാകരിക്കുന്നതായിട്ട് കാണുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനം സന്ധി മജ്ജകളെ തുളച്ചു കയറുന്നതാണെന്ന് തിരുവചനം പറയുന്നു. ആ വചനത്തിന് രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവുണ്ട്. എന്നാൽ ആ വചനത്തെ സ്വീകരിക്കുവാൻ ഫേലിക്സ് തയ്യാറാകുന്നില്ല. തിരുവചനത്തിന് മുമ്പിൽ തൻ്റെ ഹൃദയമാകുന്ന വാതിലുകളെ കൊട്ടിയടയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമ്മെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഫേലിക്സിനെ പോലെ ദൈവവചനത്തോട് നിഷേധാത്മകമായ സ്വഭാവം ഞാനും നിങ്ങളും പുലർത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഉണ്ടെങ്കിൽ ആ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവനും ജീവിതവും നൽകിയത് അവിടുന്നാണ്. അതിനാൽ അങ്ങയെയും അവിടുത്തെ വചനത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വിനയത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.